പ്രിയപ്പെട്ട പ്രേക്ഷകരെ, PJ ജോസഫിന്റെ മകൻ കേരള കോൺഗ്രസ് ജോസഫ് നേതൃനിരയിലേക്ക് എത്തുന്നു. അപ്പു ജോൺ ജോസഫിന് പാർട്ടിയിലെ പ്രധാന പദവികളിൽ ഒന്ന് നൽകും. ഇന്നത്തെ ഹൈപ്പവർ കമ്മിറ്റിയിൽ തീരുമാനമുണ്ടാകും. നിലവിൽ ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ് അപ്പു ജോൺ ജോസഫ്. ലിബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, അങ്ങനെ അപ്പു നേതൃനിരയിലേക്ക് വരികയാണ് അല്ലേ ലിബി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. തീർച്ചയായും കേരള കോൺഗ്രസ് ജോസഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് PJ ജോസഫിന്റെ മകനെ നേതൃനിരയിൽ കൊണ്ടുവരിക എന്നുള്ളത്. നിലവിൽ അപ്പു ഹൈപ്പവർ കമ്മിറ്റി അംഗമാണ്. അതുകൂടാതെ IT ആൻഡ് പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമാണ്. അപ്പോൾ സംഘടനാപരമായി പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ 3 വർഷമായി സജീവമായി ഈ ഹൈപ്പവർ കമ്മിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുമുണ്ട്. അത് മാത്രമല്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിന്റെ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ചതും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തിയതുമൊക്കെ നമുക്ക് അറിയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ അപ്പുവിന് രാഷ്ട്രീയം പുതിയതല്ല. PJ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അപ്പു ഇതിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ആളുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം ഇതാണ് ഡോക്ടർ അരുൺ. PJ ജോസഫിന്റെ ഒരു അനാരോഗ്യം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരു പാർട്ടിയെ നയിക്കുമ്പോൾ. അപ്പോൾ PJ ഇന്നത്തെ ഹൈപ്പവർ കമ്മിറ്റി, കോട്ടയത്ത് ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റിയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല. ചെയർമാനായി PJ ജോസഫ് തുടരും. അതുപോലെ വർക്കിംഗ് ചെയർമാനായി PC തോമസ് ഉണ്ട്. ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് ചെയർമാനായി മോൻസ് ജോസഫ് ഉണ്ട്. ആ പാനൽ അങ്ങനെ തന്നെ തുടരും. എങ്കിലും അതിലൊരു വ്യത്യാസം വരേണ്ട സാധ്യത ഇപ്പോൾ പാർട്ടി വിട്ടു പോയിരിക്കുന്ന ജോണി നെല്ലൂരിനു പകരം ഡെപ്യൂട്ടി ചെയർമാനായി അതിലൊരാളായി 3 പേരിൽ ഒരാളായി TU കുരുവിള തിരിച്ചു വന്നേക്കും. ഇതിലേക്കാണ് പാർട്ടി ഹൈപ്പവർ കമ്മിറ്റിയുടെ കോർഡിനേറ്ററായി സംസ്ഥാന കോർഡിനേറ്ററായി അപ്പു വരും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ. പട്ടാഭിഷേകത്തിന് തൊട്ടു മുമ്പുള്ള ചടങ്ങ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. PJ ജോസഫിന്റെ ചെറിയ അനാരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. അത് പാർട്ടിയെ ബാധിക്കാതിരിക്കാനും അപ്പു ജോണിനെ കോർഡിനേറ്ററായി കൊണ്ടുവരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.